കോട്ട് മലേഷ്യൻ മൗണ്ടൈനിലുള്ള ഒരു ഹൈറിസ് ഹോട്ടൽ. കോലാലംപൂരിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടെ എത്താൻ സാധിക്കും. കാണാൻ പാഴടഞ്ഞ കെട്ടിടങ്ങൾ പോലെ തോന്നിയാലും ഇപ്പോഴും ഇവിടെ താമസിക്കാൻ ആളുകളെ അനുവദിക്കുന്നുണ്ട്. ആത്മഹത്യ, കൊലപാതകം, പല ആപത്ത് ഇവയെല്ലാം ഈ പ്രദേശത്ത് നിറഞ്ഞുകിടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മലേഷ്യയിലുള്ള ഹോണ്ടഡ് പ്ലേസുകളിൽ ഇത് 3-ാം സ്ഥാനത്താണുള്ളത്. താമസിക്കാൻ അനുവാദമുണ്ടെങ്കിലും അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം. ഓൺലൈനിൽ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ അവൈലബിൾ ആയ ഓപ്ഷൻസ് ഉണ്ട്. കാണാനും നന്നായി തന്നെ ഇരിക്കും. സാധാരണ ഒരു 4 സ്റ്റാർ റേഞ്ച്. എന്നാൽ അവിടെയുള്ള കാലാവസ്ഥ കാരണം ആ കെട്ടിടങ്ങൾക്ക് മുകളിലെല്ലാം ചുവന്ന നിറത്തിൽ കാണപ്പെടും. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയി താമസിക്കാൻ സാധിക്കുമോ? ഈ ചുവന്ന നിറത്തിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇതിൻ്റെ റിവ്യൂസ് എവിടെ നോക്കിയാലും ഇന്റീരിയറിന് നെഗറ്റീവ് തന്നെ ആയിരിക്കും. നെവർ സ്റ്റേ അറ്റ് ദിസ് ഹോട്ടൽ, ക്രീപ്പി. ഇത്രയൊക്കെ കേട്ടിട്ടും ഇവിടെ താമസിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുമോ? അങ്ങനെ താമസിച്ചാൽ എന്ത് സംഭവിക്കും? അങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയുന്നതിന് മുൻപ് ഈ കെട്ടിടം എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു ഹോട്ടലിനെ ഇത്രയേറെ ഹോണ്ടഡ് പ്ലേസ് ആയി പറയാൻ കാരണം? ആംബർ കോട്ട് 1995 വില്ലാജെന്റിംഗ് ഡെവലപ്മെന്റ് കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു റിസോർട്ട് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആണ്. 2000 ഈ കമ്പനിക്ക് ഫിനാൻഷ്യലി ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു. അന്ന് മുതൽ അവരെ കൊണ്ട് അതിൽ നിന്നും കരകയറാനേ സാധിച്ചില്ല. 1997-98 നടന്ന മലേഷ്യൻ എക്കണോമിക് ക്രൈസിസ് ആയിരുന്നു കാരണം. ഇത് കാരണം അവിടെ താമസിച്ചിരുന്ന ആ യൂണിറ്റ് ഓണേഴ്സിന് പണം നൽകാൻ സാധിച്ചില്ല. ആ ഒരു കെട്ടിടത്തെ മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയാതെ പോയി. ഇവിടെ ഈ മഞ്ഞ് മൂടിയ കാലാവസ്ഥ കാരണം ആ കെട്ടിടം പതിയെ പാഴടയാൻ തുടങ്ങി. ഇവിടെ ഒരുപാട് പേർ താമസിക്കുന്നുണ്ട്. ഒരുപാട് പേർ എന്ന് പറയാൻ കഴിയില്ല, കുറച്ചു പേർ താമസിക്കാനായിരിക്കും വരിക. ബാക്കിയുള്ളവർ വരുന്നത് പാരനോർമൽ ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമാണ്. ഈ സ്ഥലം കാണാൻ തന്നെ വളരെ ക്രീപ്പി ആയിരിക്കും. ഇവിടെ പ്രേതമുണ്ടോ എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. തീർച്ചയായും വിശ്വസിക്കും. കാരണം ആ സ്ഥലം കാണാൻ തന്നെ അത്രത്തോളം ഭയാനകമായിരിക്കും. ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ പാരനോർമൽ ആക്ടിവിറ്റി ചെയ്യാനായി ആംബർ കോട്ടിലേക്ക് പോയിട്ടുണ്ട്. വ്ളോഗ് പോലെ ചെയ്തിട്ടുണ്ട്. ഇവർ അങ്ങനെ കിടന്നുറങ്ങും. ക്യാമറ ഓൺ ചെയ്ത് അടുത്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഓൺ ചെയ്ത ക്യാമറ സ്വയമേ ഓഫാകും. പക്ഷെ അവരാരും ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ആംബർ കോട്ടിന് പുറകിലെ സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഒരുപാട് പേർ ആ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ക്രീപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ സ്ഥലത്തിന് അത്രയേറെ വില ഇടിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അവിടെ താമസിക്കാനും സാധിക്കും. ഇവിടെ മൊത്തം 23 നിലയുണ്ട്. 747 മുറികളുണ്ട്. 747 മുറികളുണ്ടെങ്കിലും ഇവയിലെല്ലാം ആളുകളൊന്നും കാണില്ല. ചില മുറികളിൽ മാത്രമേ ആളുകൾ താമസിക്കുന്നുള്ളൂ. ഈ ആംബർ കോട്ട് അപ്പാർട്ട്മെന്റ്സ് എല്ലാം ഓരോ ടവർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ABCD എന്ന ടവേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ചില ടവറുകളൊക്കെ പുറമേ കാണുമ്പോൾ തന്നെ അഴുക്ക് നിറഞ്ഞ് കാണപ്പെടും. അതും കാണാൻ ചുവന്ന നിറത്തിൽ രക്തം ഒഴുകുന്നത് പോലെ കാണപ്പെടും. സത്യത്തിൽ അത് രക്തമല്ല. ആ പ്രദേശം വളരെ തണുപ്പ് നിറഞ്ഞ പ്രദേശം. മഞ്ഞ് മൂടിക്കിടക്കും. മഞ്ഞ് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷെ ആ പ്രദേശം മുഴുവനും മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ടാകും. മൊത്തത്തിൽ തണുത്ത് വിറയ്ക്കുന്ന ഒരു കാലാവസ്ഥ. ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ആംബർ കോട്ടിലുള്ള ബിൽഡിംഗ് ചുമരുകളിൽ എൽഗ എന്ന ഒരു ചെറിയ പുല്ല് മുളയ്ക്കും. ഈ പുല്ലിന്റെ നിറം തന്നെ ചുവന്ന നിറമായിരിക്കും. അതുകൊണ്ട് അത് കാണാൻ രക്തം പോലെ തോന്നപ്പെടും. അതുകൊണ്ട് തന്നെ അത് രക്തം പോലെ ആയിരിക്കും കാണപ്പെടുക. അങ്ങനെ 2012 ഈ ഒരു ആംബർ കോട്ടിന്റെ പകുതി ബിൽഡിംഗ് അവർ റിനോവേറ്റ് ചെയ്തു. അത് വൃത്തിയാക്കി പെയിന്റ് അടിച്ചു. എന്നാൽ പെയിന്റ് അടിച്ചതിന് ശേഷവും വീണ്ടും ആ സ്ഥലം അതുപോലെ തന്നെ മാറി. അതിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇതേ ആംബർ കോട്ടിലാണ് ഒരുപാട് ആത്മഹത്യകൾ നടക്കുക. പക്ഷേ ഈ ആത്മഹത്യാ കേസുകളൊന്നും ഒരുപാട് ദിവസം നീണ്ടു പോകില്ല. പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യും. കാരണം ഈ ഒരു കേസ് നമ്മൾ നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആംബർ കോട്ട് തന്നെ അടച്ചു മൂടാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്.
അതുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മഹത്യാ കേസുകൾ വന്നാൽ 1-2 ദിവസത്തിൽ തന്നെ ആ ഒരു കേസ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കും. 2013 ഈ ഒരു കെട്ടിടത്തിൽ തന്നെ ഒരു പെൺകുട്ടി വളരെ ക്രൂരമായ അവസ്ഥയിൽ കൊല്ലപ്പെട്ടു. ആ പെൺകുട്ടിയുടെ ബോഡി പാർട്സ് മാത്രമാണ് ലഭിച്ചത്. കൊലപാതകമെന്നല്ല, ആത്മഹത്യ, ഒരുപാട് അപകടങ്ങൾ എല്ലാം അവിടെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഈ ആത്മഹത്യയെല്ലാം ചൂതാട്ടം കാരണമാണ് സംഭവിക്കുന്നത്. ചൂതാട്ടത്തിലൂടെ കാശ് നഷ്ടപ്പെടുന്നവരായിരിക്കും ആത്മഹത്യ ചെയ്യുന്നത്. എങ്കിലും ഇന്നും ഈ ഹോട്ടലിൽ താമസിക്കാൻ അനുവാദമുണ്ട് എന്നുള്ളതാണ് അത്ഭുതം. പക്ഷെ ചില യൂണിറ്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. വെറും 1500 രൂപയ്ക്ക് ഒരു ഫുൾ അപ്പാർട്ട്മെന്റ് തന്നെ ഒരു ദിവസം രാത്രി നമുക്ക് റെന്റ് എടുക്കാൻ സാധിക്കും. ചീപ്പാണ്, പക്ഷെ ചിലർ അത്ര റിസ്ക് എടുക്കില്ല. ഇവിടെ നടന്ന സംഭവങ്ങളിൽ ചിലത് മാത്രം പറയാം. റിച്ചാർഡ്, സിൻഡി എന്ന ദമ്പതികൾ, ഇവർ ആംബർ കോർട്ടിൽ താമസിക്കാനായി തീരുമാനിക്കുകയും വരികയും ചെയ്യുന്നു. രണ്ടുപേരും ജോലി ചെയ്യുകയാണ്. സിൻഡി അവളുടെ വസ്ത്രം പുറത്ത് ബെഡിൽ വെച്ചിട്ട് കുളിക്കാനായി പോകുന്നു. തിരികെ വന്ന് നോക്കുമ്പോൾ അവളുടെ വസ്ത്രം അവിടെയുണ്ട്. പക്ഷെ അതിന് മുകളിൽ വളരെ നീളത്തിലുള്ള ഒരു മുടി ഉണ്ടായിരുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയുടേതായിരിക്കും എന്നവൾ കരുതി അത് കാര്യമാക്കിയില്ല. അങ്ങനെ വസ്ത്രം മാറാനായി കബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അകത്ത് ട്രഡീഷണൽ ചൈനീസ് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ ജങ്സോം എന്നാണ് പറയുന്നത്. അവർ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ആ കബോർഡ് ഫുള്ളും എംപ്റ്റി ആയിരുന്നു. അപ്പോൾ ഈ വസ്ത്രമെല്ലാം എങ്ങനെ വന്നുവെന്ന് സിൻഡിക്ക് വലിയ കുഴപ്പമുണ്ടായി. ശരി, ഭർത്താവ് വന്നതിന് ശേഷം നമുക്കിത് സംസാരിക്കാം, ഇപ്പോൾ ജോലിക്ക് പോകാം എന്ന് കരുതി റെഡിയായി ജോലിക്ക് പോയി. തിരികെ വീട്ടിലേക്ക് വരുന്നു. ഭർത്താവ് വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾക്ക് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. ബെഡ്റൂമിലേക്ക് പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ചങ്സോം ധരിച്ച് തിരിഞ്ഞു നിന്ന് എന്തോ ചെയ്യുകയായിരുന്നു. വളരെ നീളത്തിലുള്ള മുടി ഉണ്ടായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് ഇത്ര നീളത്തിൽ മുടി ഇല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അടുത്തേക്ക് പോയി. എന്നാൽ വളരെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ അയാൾക്ക് മുൻപിലുണ്ടായിരുന്ന കണ്ണാടിയിൽ അദ്ദേഹത്തെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ആ കട്ടിലിരുന്ന പെൺകുട്ടിയുടെ രൂപം അവിടെ ഇല്ല. ഇത് കണ്ട് ഭയന്നുപോയ അയാൾ തൻ്റെ അപ്പാർട്ട്മെന്റിനുള്ളിലുണ്ടായിരുന്ന ഭാര്യയെ പിടിച്ചു വലിച്ചുകൊണ്ട് ആംബർ കോർട്ടിന് പുറത്തേക്ക് ഓടി. പിന്നീട് അയാൾ തിരികെ അങ്ങോട്ടേക്ക് വന്നിട്ടേയില്ല. ഇനി ഇവിടെ ഒരുപാട് ആത്മഹത്യകൾ നടക്കാൻ പ്രധാനപ്പെട്ട കാരണം ചൂതാട്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ഒരു കാസിനോ ഉണ്ട്. ഈ ചൂതാട്ടത്തിൽ ചിലർക്ക് പണം കിട്ടുകയും ചിലർക്കത് നഷ്ടമാവുകയും ചെയ്യും. നഷ്ടമാകുന്നവർ ചെയ്യുന്നത് അവർക്കുള്ളിൽ തന്നെ വല്ലാത്തൊരു ദേഷ്യവും ദുഃഖവും ഉണ്ടാകും. പണം പോയല്ലോ എന്ന ഒരു വിഷമം വരും. പണമില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന ആ ഒരു ഡിപ്രഷനിൽ തന്നെ അവർ ആ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടും. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ആംബർ കോർട്ട് ബിൽഡിംഗ്സ്, ഒരു ടവറിന് ഓപ്പോസിറ്റായി മറ്റൊരു ടവർ ഉണ്ട്. ഒരു ടവറിലെ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന ഒരു വ്യക്തി അയാൾ TV നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് തൊട്ടടുത്തായി ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി മുഴുവനും ഗ്ലാസ് കൊണ്ടുള്ള ഒരു വിൻഡോ ആയിരിക്കും. അതുവഴി നോക്കിയാൽ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് കാണാൻ സാധിക്കും. പുറത്ത് വന്ന് നിൽക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. അയാൾ അങ്ങനെ TV നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ടവറിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നു. അയാൾ അയാളുടെ വീടിന്റെ ആ അപ്പാർട്ട്മെന്റ് ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. ബാൽക്കണിയിലെ ആ കമ്പിക്ക് മുകളിൽ നിന്നും അയാൾ താഴേക്ക് ചാടുകയും ചെയ്തു. അത് ഇയാൾ വളരെ വ്യക്തമായി തന്നെ കണ്ടു. ഇതേ ആംബർ കോർട്ടിലാണ് രാത്രി സമയങ്ങളിൽ ചെറിയ കുട്ടികൾ ചിരിച്ചുകൊണ്ട് ഓടുന്ന ശബ്ദം കേൾക്കും. എന്നാൽ ചെന്ന് നോക്കിയാൽ അവിടെ അങ്ങനെ ആരും തന്നെ കാണില്ല. ഇവിടെ ജോലി ചെയ്യാൻ വരുന്നവർക്കാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ഒരു മുറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. തൊട്ടടുത്ത മുറിയിൽ പെട്ടെന്ന് ശബ്ദം കേൾക്കും. എന്നാൽ ആ മുറിയിലാണെങ്കിലോ ആരും താമസവും കാണില്ല. TV ഓൺ ചെയ്യാതെ തന്നെ താനെ ഓൺ ആവുകയും ഓഫ് ആവുകയും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഈ ആംബർ കോർട്ടിലെ 8ാം നിലയും 14ാം നിലയും മുഴുവനായും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം ഈ 2 നിലയിലും താമസിക്കാൻ വന്നവർ പറഞ്ഞിട്ടുള്ളത് ഒരു ചൈനീസ് പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. ഒരു ചൈനീസ് ലേഡി കോസ്റ്റ്, വളരെ നീളമുള്ള മുടി, ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കും. കാണാൻ വല്ലാത്ത വിചിത്രമായൊരു രൂപം. ഇങ്ങനൊരു പെൺകുട്ടി അവിടെ കണ്ടതായി ആ ഫ്ലോറിൽ താമസിക്കാൻ പോയ ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കംപ്ലൈൻറ്റ്സ് തുടർച്ചയായി വന്നതുകൊണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് ഈ 2 നിലയും അടച്ചുമൂടി. അവിടെ ആരും വരാൻ പാടില്ല എന്നതിനു വേണ്ടി. ഈ ആംബർ കോർട്ടിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, 4 സുഹൃത്തുക്കൾ ഈ ആംബർ കോർട്ടിലേക്ക് വന്നു. ഇവർ അവധി ദിവസം ആഘോഷിക്കാനായി ഈ ഹൈലാൻഡിലേക്ക് വന്നു. ഇവർക്ക് വളരെ ഹാപ്പി ആയിരിക്കണം. അവിടെ താമസിക്കാനും പണം ആവശ്യമാണ്. പക്ഷേ താമസിക്കുന്നതിന് വേണ്ടി മാത്രം പണം ഒരുപാട് ചിലവാക്കാൻ അവർക്ക് ആഗ്രഹമില്ല. പുറത്തായിരിക്കും ഒരുപാട് സമയം അവർ കാണപ്പെടുക. ബാഗ് വയ്ക്കാൻ, കുളിക്കുക, ഉറങ്ങുക, ഇതിനു വേണ്ടി മാത്രമാണ് ഒരു അപ്പാർട്ട്മെന്റ് ആവശ്യം. അങ്ങനെ പണം ഒരുപാട് ചിലവാകാതിരിക്കാൻ വേണ്ടി ഈ ആംബർ കോർട്ടിലേക്ക് വന്നു.
ആ സമയത്ത് ആംബർ കോർഡിനെ കുറിച്ചുള്ള യാതൊരു കാര്യവും ഇവർക്ക് അറിയില്ല. ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ നടക്കുന്നുവെന്നും അറിയില്ല. വില കുറഞ്ഞ് കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ അവർ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു. അതിന് മുൻപിലെത്തിയപ്പോൾ തന്നെ അത് കാണാൻ തന്നെ വളരെ ഭയങ്കരമായി തോന്നി. എന്തായാലും എന്താ, ചെക്ക് ഇൻ ചെയ്യാമെന്ന് കരുതി റിസപ്ഷനിസ്റ്റിൽ നിന്നും ചാവി വാങ്ങി അവർ ആ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയി. അവരുടെ മുറിക്ക് അടുത്തേക്ക് പോയി. ഈ ആംബർ കോർട്ടിലെ മുറികൾ കാണാനായി ഒരു വരാന്ത പോലെ കാണപ്പെടും. 2 സൈഡിലും മുറികളാണ്. ഒരു മുറിയുടെ വാതിലിന് ഓപ്പോസിറ്റായി തന്നെ അടുത്ത മുറിയുടെ വാതിലും ഉണ്ടാകും. അങ്ങനെ ഇവർക്ക് താമസിക്കാനുള്ള ആ ഒരു അപ്പാർട്ട്മെന്റിനടുത്തെത്തി. അവർക്ക് നേരെ ഓപ്പോസിറ്റ് മറ്റൊരു മുറിയുണ്ട്. പക്ഷെ ആ മുറിയുടെ വാതിൽ തടി ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ആരും അകത്ത് കയറാതിരിക്കാൻ വേണ്ടി. കതക് ലോക്ക് ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ഡു നോട്ട് എൻറ്റർ, അല്ലെങ്കിൽ സ്റ്റാഫിന് മാത്രമേ പ്രവേശനമുള്ളൂ, അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതിയല്ലോ. എന്തുകൊണ്ട് തടി വച്ച് ആണി തറച്ച് അത് അടച്ചു മൂടി? അവരങ്ങനെ ചിന്തിച്ചു. പക്ഷേ നമുക്കിതൊന്നും ആവശ്യമില്ല എന്ന് കരുതി ആ 4 സുഹൃത്തുക്കൾ അവരുടെ മുറിക്കുള്ളിലേക്ക് പോയി. എന്നാൽ അപ്പാർട്ട്മെന്റ് തുറന്നതും അകം മുഴുവനും വല്ലാത്ത വൃത്തിഹീനമായി കിടക്കുകയാണ്. തൊട്ടു മുൻപ് ആരോ ഉപയോഗിച്ചിട്ട് പോയതുപോലെ കട്ടിലും മെത്തയും അവിടെയുള്ള ചെയറുകളെല്ലാം അഴുക്ക് പിടിച്ചു കിടക്കുകയാണ്. ഇത് കണ്ട് അവർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. 4 പേരും ഉടൻ തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് റിസപ്ഷനിസ്റ്റിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അവിടെ കംപ്ലൈന്റ് ചെയ്തു. മുറിയെല്ലാം അഴുക്കാണ്, ബാത്റൂം എല്ലാം അഴുക്കാണ്, ആരോ ഉപയോഗിച്ചതുപോലെ തോന്നുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തിനാണ് ഇത് തന്നത്, ഞങ്ങൾ പണം അടച്ചതല്ല എന്ന് ചോദിച്ചു. ഇപ്പോൾ റിസപ്ഷനിസ്റ്റും ശരി, നിങ്ങൾക്ക് ഞാൻ വേറൊരു മുറി നൽകാം എന്ന് കരുതി പഴയ വീടിന്റെ ചാവി വാങ്ങി പുതിയൊരു വീടിന്റെ ചാവി കൊടുത്തു. അങ്ങനെ ഇവർ 4 പേരും ലിഫ്റ്റിൽ കയറി അവരുടെ മുറിയിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ആ ലിഫ്റ്റിനുള്ളിലേക്ക് മറ്റൊരു മുത്തശ്ശി കയറി. അവരെ കാണാൻ വല്ലാത്തൊരു രൂപം തന്നെയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ മുത്തശ്ശി അവരെ നോക്കി ഒരു കാര്യം പറഞ്ഞു. താഴെയാണ് എൻ്റെ കടയുള്ളത്, വിശക്കുകയാണെങ്കിൽ എൻ്റെ കടയിൽ കഴിക്കാൻ വന്നാൽ മതിയെന്ന്. ആ മുത്തശ്ശിയുടെ സ്വരം തന്നെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലായിരുന്നു. മുത്തശ്ശി പറഞ്ഞ ഇക്കാര്യം കേട്ട് ആ 4 പേരിൽ ഒരാൾ ചിന്തിച്ചു. അവർ ആ ആംബർ കോർട്ടിലേക്ക് വരുമ്പോൾ തന്നെ ആ പെൺകുട്ടി ആ കട ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ആ കട അടച്ചിരിക്കുകയായിരുന്നു. ഏറെ വർഷമായി പൂട്ടിയിരുന്നാൽ ഒരു കട എങ്ങനെയായിരിക്കും? അതുപോലെയാണ് അത് കാണപ്പെട്ടത്. എങ്കിലും ഈ പെൺകുട്ടി ഒന്നും തന്നെ തിരിച്ചു ചോദിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അവരുടെ ഫ്ലോർ എത്തിയതും ആ ലിഫ്റ്റ് ഓപ്പണായി. 4 പേരും പുറത്തേക്ക് പോകുന്നു. മുത്തശ്ശി ഇപ്പോഴും ആ ലിഫ്റ്റിനുള്ളിൽ തന്നെ ഉണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരുടെ മുറിയിലേക്ക് നടന്നു പോകുന്നു. കതക് തുറന്ന് അകത്തേക്ക് പോയി നോക്കി. എല്ലാം ഓക്കെയാണ്. അപ്പാർട്ട്മെന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം വൃത്തിയാണ്. പുറമെ ആംബർ കോർട്ടിനെ നോക്കിയാൽ വളരെ ഭയാനകമായി തോന്നിയാലും അകമേ എല്ലാം ഓക്കെയാണെന്ന് കരുതി അവരും വളരെ സന്തോഷത്തിൽ അകത്തേക്ക് കയറി വിശ്രമിക്കാൻ തുടങ്ങി. ഈ 4 പേരിൽ 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. 4 പേരും നല്ല സുഹൃത്തുക്കളാണ്. ഇതിൽ ഒരു ആൺകുട്ടി കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. ബാക്കി 3 പേരും അപ്പാർട്ട്മെന്റിലിരുന്ന് മറ്റുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ മുറിക്കുള്ളിലേക്ക് അവർ കയറി അടുത്ത 20 മിനിറ്റിൽ ബാത്റൂമിനുള്ളിലേക്ക് കുളിക്കാൻ പോയ ആൺകുട്ടി ഭയന്നുകൊണ്ട് വളരെ വേഗത്തിൽ പുറത്തേക്ക് ഓടി വരാൻ തുടങ്ങി. എന്ത് പറ്റി, എന്തിനാണ് ഇങ്ങനെ ഓടി വരുന്നതെന്ന് ചോദിച്ചപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ എന്തോ ഒന്ന് കെട്ടിപ്പിടിച്ചുവെന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന് അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവനും വസ്ത്രമെല്ലാം ധരിച്ച് പുറത്തേക്ക് വന്നു. കഴിക്കാനും നമുക്ക് എവിടെയെങ്കിലും പോകാം എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ അപ്പാർട്ട്മെന്റിൽ 2 മുറികളുണ്ട്. അതിലെ ഒരു മുറിയുടെ വാതിൽ പതിയെ തുറക്കാൻ തുടങ്ങി. ആ തുറക്കുന്ന ശബ്ദം അവർക്ക് വളരെ നന്നായി കേൾക്കാമായിരുന്നു. അന്ന് രാത്രി അവർ ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് പോയിട്ടേ ഇല്ല. അവർക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു. എന്തായാലും പണമടച്ച് ഇവിടേക്ക് വന്നു. അതുകൊണ്ട് ഇന്നൊരു രാത്രി ഇവിടെ താമസിച്ചിട്ട് രാവിലെ പോകാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ആ വീട്ടിലുണ്ടായിരുന്ന 2 മുറികളിൽ ഒരു മുറി മാത്രമാണ് അവരന്ന് ഉപയോഗിച്ചത്. ആ വാതിൽ താനെ തുറന്ന മുറി അവർ ഉപയോഗിച്ചതേയില്ല, തുറന്നു നോക്കിയത് പോലുമില്ല. ബാക്കിയുള്ള ആ ഒരു മുറിയിൽ 4 പേരും കിടന്നുറങ്ങി. ഉറങ്ങി ഒരല്പസമയം കഴിഞ്ഞ് തൊട്ടടുത്ത മുറിയിൽ നിന്നും, അതായത് ആ വാതിൽ തുറന്നു എന്ന് പറഞ്ഞ മുറിയിൽ നിന്നും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീക്കുന്ന ശബ്ദം കേട്ടു. ചെയർ നീക്കുന്ന ശബ്ദം, കട്ടിൽ വലിച്ചു നീക്കുന്ന ശബ്ദം, ഇങ്ങനെ എന്തൊക്കെയോ ശബ്ദം കേട്ടു. എന്നിട്ട് പോലും ആരും എഴുന്നേറ്റ് പോയി നോക്കിയില്ല. അടുത്ത ദിവസം രാവിലെ 4 പേരും എഴുന്നേറ്റു. തൊട്ടടുത്തുള്ള ആ മുറി തുറന്നു നോക്കി. അകത്തെല്ലാം ശരിയായി തന്നെയാണുള്ളത്. കട്ടിലും കസേരയും മേശയും എല്ലാം യഥാസ്ഥാനത്തുണ്ട്. എന്നാൽ രാത്രി ഉണ്ടായ ആ ശബ്ദം അതെവിടെ നിന്നും വന്നുവെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അതോടുകൂടി അവർ കൊണ്ടുവന്ന ബാഗും വസ്ത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ട് 4 പേരും അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി.
പിന്നീട് അവർ ആ ഭാഗത്തേക്ക് വന്നതേയില്ല. ഇങ്ങനെ ഒരുപാട് പേർക്ക് രാത്രി സമയങ്ങളിൽ ഇതുപോലുള്ള ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേർ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇനി ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിയാൽ അങ്ങനെ ഒന്നും തന്നെ കിട്ടിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ചില വീഡിയോസ് മാത്രം ലഭിച്ചു. അവിടെയുള്ള ജനങ്ങൾ എടുത്ത ചില വീഡിയോസാണിത്. എന്നാൽ ഇത് കാണുമ്പോൾ കാറ്റിൽ വാതിൽ തുറന്നതുപോലെ തോന്നാം. പക്ഷെ ആ വീഡിയോ എടുത്ത വ്യക്തി പറഞ്ഞത് ഇല്ല, ആ സമയം അവിടെ കാറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന്. പാരനോർമൽ ആക്ടിവിറ്റി ചെയ്യുന്ന യൂട്യൂബ് ചാനലിലെ ഒരാൾ ഇവിടെ വന്ന് ലൈവ് ചെയ്തു. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയല്ല ചെയ്തത്, ലൈവായി തന്നെ യൂട്യൂബ് ചാനലിട്ടു. ആ സമയം അയാൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കാം എന്ന രീതിയിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ സമയം കഥക് അടയുന്നത് പോലുള്ള ഒരു ശബ്ദം അയാൾക്ക് കേട്ടു. ഇതിനകം തന്നെ ആ കെട്ടിടം പുറമേ നോക്കിയാൽ അവിടെ ആരും താമസിക്കാത്തതുപോലെ ആയിരിക്കും തോന്നുക. എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ശേഷം വീണ്ടും അതൊരു ശ്മശാന ഭൂമി പോലെ മാറി, വളരെ ശാന്തമായ ഒരു സ്ഥലം. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചില സമയങ്ങളിൽ വിശ്വാസം വന്നില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കും. ഇതിനുള്ളിൽ പോകണം എന്ന് ചിന്തിച്ച് നമ്മൾ പോയാൽ പോലും ആ ബിൽഡിംഗ് പുറമേ നിന്ന് നോക്കിയാൽ ആ രൂപം കാണുമ്പോൾ തന്നെ കാണണം എന്ന ചിന്ത തന്നെ നമ്മെ വിട്ടു പോയിക്കോളും. ഫ്രീ ഡോക്യുമെന്ററി ഷോർട്സ് എന്ന ഒരു യൂട്യൂബ് ചാനലിലെ ഒരാൾ റിവ്യൂ ചെയ്യാനായി ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വന്നു. പാർക്കിംഗ് ലോട്ട് കണ്ടപ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത ഞെട്ടലായി. ഒരുപാട് കാറുകൾ പല വർഷമായി ആരും ഉപയോഗിക്കാതെ വളരെ മോശമായ അവസ്ഥയിൽ അവിടെ കാണപ്പെട്ടു. അവിടെയുള്ള പടിക്കെട്ടിലെ കമ്പികളെല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. കാർ പാർക്കിങ്ങിലുള്ള കാറുകൾ മാത്രമല്ല, മോട്ടോർ ബൈക്സ് ഉൾപ്പെടെ എല്ലാം തുരുമ്പ് പിടിച്ച് ആക്രിക്കാർക്ക് പോലും വേണ്ടാത്ത ഒരു അവസ്ഥയിലായിരുന്നു അത്. ഇന്റർനെറ്റിലുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് അവർ ലിഫ്റ്റ് കണ്ടുപിടിക്കുന്നു. ലിഫ്റ്റിലെ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് ഒക്കെ വർക്ക് ആകുന്നുണ്ട്, പക്ഷേ ലിഫ്റ്റ് ഡോർ ഓപ്പൺ ആകുന്നില്ല. അവർ പടിക്കെട്ട് വഴി 4ാം നിലയിലേക്ക് പോയി. അകത്തു പോയപ്പോൾ ഒരു സെക്യൂരിറ്റി അവർ കണ്ടു. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും ഒരു സെക്യൂരിറ്റിയെ നിർത്തി അയാൾ അവിടെ ജോലി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതൊന്നും ഒരു വലിയ കാര്യമേ അല്ല. അയാൾ നൽകിയ ഇൻഫർമേഷൻ വെച്ച് പോവുകയാണെങ്കിൽ അവിടെ ഒരു മിനി മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇൻഡോർ പാർക്കിംഗ്, മിനി സൂപ്പർ മാർക്കറ്റ്, ലോണ്ടറി റൂം, സെക്സ് വർക്കേഴ്സ് പോലും ഈ ഒരു ആംബർ കോട്ടിൽ കാണാൻ സാധിക്കും. ഫോറിൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സാണ് ഇവിടെ താമസിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ പോയി താമസിക്കാൻ സാധിക്കും. രാത്രികാലങ്ങളിൽ ഇവിടെ താമസിക്കാൻ ഭയമില്ല എന്നുണ്ടെങ്കിൽ മാത്രം. ഇന്നുവരെയുള്ള ആംബർ കോട്ടിനെ കുറിച്ച് ആത്മഹത്യ, കൊലപാതകം, കഥകാരോ തട്ടുന്നത് പോലെ കഥക് താനെ തുറക്കുക, പെട്ടെന്നൊരു പെൺകുട്ടിയുടെ രൂപം കാണുക, ചെറിയ കുട്ടികളുടെ ചിരി, കരച്ചിൽ, ഇങ്ങനെ പല കാര്യങ്ങൾ പറയാൻ സാധിക്കും. എന്നാൽ ഇതിന് പുറകിലുള്ള സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല. അവിടെ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അതിൽ ചിലർ പറയുന്നത് ഉറങ്ങിക്കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം, ചിരിക്കുന്ന ശബ്ദം കേൾക്കും. എന്നാൽ മുറി വിട്ട് പുറത്തേക്ക് നോക്കിയാൽ അങ്ങനെ ആരും തന്നെ കാണില്ല. ഒരു പാരനോർമൽ റിസർച്ച് ഒരു ദിവസം മുഴുവനും അവിടെ താമസിച്ച് റിസർച്ച് ചെയ്തു. പക്ഷെ അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും അനുഭവിക്കാൻ സാധിച്ചില്ല. രാവിലെ എഴുന്നേറ്റ് ബാക്കിയുള്ളവരോട് എന്തെങ്കിലും ചോദിച്ചറിയാം എന്ന് കരുതി രാവിലെ അവരെന്തൊക്കെ ഫീൽ ചെയ്തു എന്നുള്ളത് ഓരോരുത്തരോടും ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അതിൽ ഒരാൾ മാത്രം ഇയാളെ കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോയി. ആ മുറിയുടെ വാതിലിൽ ചൈനീസ് ഭാഷയിൽ എന്തോ എഴുതിയ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് ഈ മുറിക്കുള്ളിലാണ് ഗോസ്റ്റ് ഉള്ളത്. ഈ മുറിക്കുള്ളിൽ നിന്നും ഗോസ്റ്റ് പുറത്തേക്ക് വരാൻ പാടില്ല എന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു. ആ മുറിക്കടുത്ത് ആരെയും അലോ ചെയ്യാറേയില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് കാണിച്ചു തന്നത്, നിങ്ങൾക്ക് വിശ്വാസം വരാൻ വേണ്ടി മാത്രം എന്നും പറഞ്ഞു. ആ കാർ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്ന കാറുകളെല്ലാം എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവയെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന പഴയ യൂണിറ്റ് ഓണേഴ്സിന്റെ കാറാണ്. ഇവർ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഏതോ ഒരു കാരണം കൊണ്ട് ഇവിടെ നിന്നും പോയി. പക്ഷെ തിരികെ വന്നിട്ടേയില്ല. എന്നാൽ എന്തുകൊണ്ട് പോയി, എവിടെ പോയി, തിരികെ വരുമോ വരില്ലയോ, ഇതൊന്നും ആർക്കും അറിയില്ല. ഒരു പക്ഷെ സത്യത്തിൽ ഈ യൂണിറ്റ് ഓണേഴ്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഓണേഴ്സിന് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായിരുന്നിരിക്കുമോ? എന്നാൽ ഇത്രയും വലിയൊരു കെട്ടിടം പണിയുന്നവർക്ക് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണം ഇല്ല എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഇങ്ങനെ അമാനുഷികമായ സംഭവങ്ങൾ സത്യത്തിൽ ഇവർക്കും ഉണ്ടായിട്ടുണ്ടാകുമോ? സത്യമാണോ ഇല്ലയോ? പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു രസകരമായ കാര്യം തന്നെയാണ്. ഇതിനെ ഒരു എന്റർടൈൻമെന്റായി മാത്രം കാണുക. അവിടെ പോകണം, താമസിക്കണം എന്ന ആഗ്രഹമുള്ളവർ സ്വന്തം റിസ്കിൽ മാത്രം പോവുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഈ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലുള്ള ഹൊറർ വീഡിയോസ് നമുക്ക് തുടർന്ന് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.